നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയായിരിക്കും. അത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി അനിലിന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഒരുപാട് സന്തോഷം എല്ലാവരും എത്തിച്ചതിന് എല്ലാവരും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ്. അപ്പം എൻ്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ചിലപ്പം അത് BJPക്ക് അനുകൂലമായിരിക്കും, ചിലപ്പോൾ UDF അനുകൂലമായിരിക്കും, ചില സമയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുൻപ് തന്നെ എൻ്റെ സിനിമ എടുത്ത സമയത്ത് ഒരു കാർത്തിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ തകർച്ച, അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തൻ്റെ പോരാട്ടം 3 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു എടുത്തത്. അന്ന് ആ സമയത്ത് ഞാൻ ജോക്കെ പോയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതായത് 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് രാജ്യത്ത് പ്രതിപക്ഷ നിരക്ക് ശക്തി പകരത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് നടത്തി. എപ്പോഴും ഭരണം മാറണമെന്നുള്ള ഒരാഗ്രഹം പങ്കുവയ്ക്കുന്ന പ്രതിപക്ഷ നിരക്ക് കരുത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എൻ്റെ പ്രതികരണങ്ങളിൽ പലതും UDF അനുകൂലമായിട്ടുണ്ടായിരുന്നു. UDFന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും സംസാരിക്കേണ്ട സാഹചര്യം ഒരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഇന്നൊരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരി നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാം. അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ MP പ്രേമേന്ദ്രൻ പറഞ്ഞു, റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത്. രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് അറിയിക്കാൻ പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തന്നെ മന്ത്രിയായിരുന്ന ശ്രീ ദിവാകരൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നമ്മുടെ നാട്ടിലുള്ളതെന്നും ഇവിടെ നിന്നും എന്താണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് കേരളം അവതരിപ്പിക്കേണ്ടതെന്നും ഒക്കെ തന്നെ ശ്രീ ദിവാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പൊ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020യുടെയും NDAയുടെയും BJPയും തമ്മിലുള്ള ലയനം വരുന്ന സമയത്ത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക. അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80ലും 90ലും കാര്യങ്ങളെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030 സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035ലും 40ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് മേഖലയിലാണ് സർവൈവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം. ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ ഈ പണിമുടക്ക്, മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020 എന്നതും അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തു നിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്, ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മളിവിടെ